ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് RSI എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. RSI എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അതെങ്ങനെയാണ് ഒരു ചാർട്ടിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് RSI എന്ന് തിരിച്ചറിയാം. ജസ്റ്റ് ഞാൻ RSI ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ അല്ലെങ്കിൽ ഇത് ഫയർസിൻ്റെ വെബ്സൈറ്റാണ്, അവിടെ പോയിട്ട് ഇൻഡിക്കേറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് സ്റ്റാർ മാർക്ക് ചെയ്താൽ നിങ്ങൾക്കത് വേഗം ഫേവറേറ്റ്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് ഉപയോഗിച്ചാൽ ഇങ്ങനെ ചാർട്ടോടെ താഴെ വരും. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത കാരണം അത് 2 പ്രാവശ്യം വന്നു. ഞാനിതൊന്ന് സൈസ് വലുതാക്കുകയാണ്. അപ്പോൾ ഇതിൽ മേ ബി ഇതൊരു മന്ത്ലി ചാർട്ടാണ് തോന്നുന്നത്. ഡെയിലി ഫ്രെയിം എടുക്കാം. ഡെയിലി ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3 ഡോട്ടഡ് ലൈൻസ് കാണാം. ഫസ്റ്റ് ഡോട്ടഡ് ലൈൻ ഒരു 70 റേഞ്ചിലും, സെക്കൻഡ് ഡോട്ടഡ് ലൈൻ ഒരു 50 റേഞ്ചിലും, തേർഡ് ഡോട്ടഡ് ലൈൻ ഒരു 30 റേഞ്ചിലുമാണ്. സോ ഈ ഫസ്റ്റ് ഡോട്ടഡ് ലൈൻ 70ക്ക് മേലെ പോവുകയാണെങ്കിൽ, ഈ ഗ്രാഫ് പോവുകയാണെങ്കിൽ അതിനെ ഓവർ സോൾഡ് എന്ന് പറയും. അതായത് ഓവറായിട്ട് ആൾക്കാർ ആ പർട്ടിക്കുലർ സ്റ്റോക്കിനെ വിറ്റിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു മീഡിയൻ വാല്യൂ ആണ്. മീഡിയൻ ആയിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിങ് എന്താണെന്നുള്ളതാണ് ഈ 50 സൂചിപ്പിക്കുന്നത്. 30ക്ക് താഴെ പോയാൽ ഓവർ സോൾഡ് എന്നാണ് പറയുന്നത്. അതായത് ഓവറായിട്ട് സെല്ലിങ് നടന്നിട്ടുണ്ട് ആ പർട്ടിക്കുലർ സ്റ്റോക്കിൽ. ഇതിൻ്റെ ഒരു വേ ഓഫ് ട്രേഡിങ് എന്താണെന്ന് വെച്ചാൽ, ഓവർ ബോട്ടാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു സെല്ലിങ് വരാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. സോ അതാണ് ഇവിടെയുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുപോലെ തന്നെ ഓവർ സോൾഡ് ആണെങ്കിൽ ഒരു ബൈയിങ് വരാനുള്ള സാധ്യതകളുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കാം നമുക്ക്. ഇതൊരു കോൾ ഇന്ത്യയുടെ ചാർട്ടാണ്. സോ ഈ ചാർട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ RSI ലോ എങ്ങനെയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ജസ്റ്റ് സ്ക്രീനറിൽ പോയിട്ട് സ്ക്രീൻസിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ കൊടുക്കുക. ഇവിടെ RSI ഇപ്പോൾ ഓവർ ബോട്ടാണെങ്കിൽ ഒരു ഗ്രേറ്റർ ദെൻ അവിടെ 70 ആയിരുന്നു. സോ ഗ്രേറ്റർ ദെൻ 70 എന്ന് കൊടുത്തിട്ട് റൺ ദിസ് ക്വയറി കൊടുത്താൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് വരും. അതായത് ഓവറായിട്ട് ഇപ്രാവശ്യം ബൈ ചെയ്തത്. ഫോർ എക്സാമ്പിൾ സൊമാറ്റോ ആണെങ്കിൽ ഞാനിവിടെ സൊമാറ്റോൻ്റെ ചാർട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഒരു 70 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് ഏത് ലെവൽ ഓഫ് RSIയിലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ ഓവർ സോൾഡും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ RSI നമുക്ക് ലെസ് ദാൻ 30 കൊടുത്താൽ മതി. ലെസ് ദാൻ 30 റൺ ദിസ് ക്വയറി കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കുകളും ലെസ് ദാൻ 30 RSIയിൽ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ ഇവിടെ ഞാൻ എടുത്ത കോൾ ഇന്ത്യ RSI 30ക്ക് താഴെ ആയിരുന്നു ഒരു തവണ. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് 41 റേഞ്ചിലുണ്ട്. സോ ഓവർ സോൾഡിൽ നിന്നും അത് ബൈയിങ് വന്നതായിട്ട് നമുക്ക് കാണാം. ചെറിയൊരു ഇൻക്രീസാണ് കാണാൻ കഴിയുന്നുള്ളൂ. ബട്ട് നിങ്ങളൊരു പ്രീവിയസ് ചാർട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാൽ, പ്രീവിയസ് എപ്പോഴൊക്കെയാണ് ഈ ഒരു ഓവർ സോൾഡിലേക്ക് പോയതെന്ന് നോക്കിയാൽ അവിടുന്ന് ഒരു വലിയൊരു ബൈയിങ് വന്നതായിട്ട് കാണാം നിങ്ങൾക്ക്. ഇത് മാർച്ച് 23 ആണ്, 2023 മാർച്ചിൽ ഓവർ സോൾഡ് ആയിട്ടുണ്ട്. അവിടുന്ന് നല്ലൊരു ബൈയിങ് വന്നിട്ട് ഓൾമോസ്റ്റ് നോക്കാം നമുക്ക്. ഈ ഒരു ലെവലിൽ നിന്ന് ആണ് ബൈയിങ് വന്നിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് ഓവർ ബോട്ട് വരെ ഓൾമോസ്റ്റ് ഒരു 12%, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളൊരു ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ 4th മേയിൽ ഒരു ഓവർ സോൾഡിലേക്ക് കയറിയതായിട്ട് കാണാം. ഓൾമോസ്റ്റ് 15% ഇൻ ജസ്റ്റ് 38 days. സോ ഇങ്ങനൊരു ചാൻസസ് നിങ്ങൾക്കും കാണാൻ കഴിയും. വേറൊരു ലെവലിലേക്ക് പോകാം നമുക്ക്. ഇവിടെ ഈ ഒരു സെപ്റ്റംബർ 2022 അവിടെ ഒരു ഓവർ സോൾഡ് വന്നിട്ടുണ്ട്.
സോ അവിടുന്ന് നമ്മൾ ഓവർ ബോട്ടിലേക്ക് എത്ര വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓവർ ബോട്ട്, സോ ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക്, ഓൾമോസ്റ്റ് ഈ ലെവലിലേക്ക് ആണ് ഓവർ ബോട്ടിലേക്ക്. സോ ഒരു 24% ആണ് ജസ്റ്റ് ഇൻ 37 days. സോ ഇങ്ങനെയുള്ള ഒരു ചാൻസസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ RSI കണ്ടുള്ള ഉപകാരം. സോ നിങ്ങൾക്ക് ദിവസവും ഇങ്ങനെ RSI ഓവർസോൾഡ് ഓവർബോട്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കണ്ടെത്താം. മോസ്റ്റ്ലി ഒരു ലാർജ് ക്യാപ് കമ്പനി, അവിടെ ഒരു ആൻഡ് ഇട്ടിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ഗ്രേറ്റർ ദാൻ ഒരു 20,000 ഒക്കെ ഇട്ട കുറച്ച് ലാർജ് ക്യാപ് കമ്പനികൾ കാണാം. ഇപ്പോൾ ഇവിടെ ഏഷ്യൻ പെയിൻറ്റ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹണിവെൽ ഓട്ടോ, സുന്ദരം ഫാസ്റ്റനേഴ്സ്, ZF കമേഴ്ഷ്യൽ, ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള RSI ലെസ് ദാൻ 30 ഉള്ളത്. RSI ലെസ് ദാൻ 30 തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ച് ലെസ് ദാൻ 40യും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സോ അതൊന്നും നല്ലൊരു ബൈ കിട്ടാവുന്നതാണ്. സോ ഇവിടെ ഞാനൊരു 40 എടുത്തു കഴിഞ്ഞാൽ കോൾ ഇന്ത്യ ഒക്കെ വരും ഇതിൽ. കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിൻറ്റ്സ്. സോ അതുതന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു അനലൈസ് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് മറ്റ് ഇൻഡിക്കേറ്റേഴ്സിനൊപ്പം RSI ഈസി ആയിട്ട് ഉപയോഗിക്കാം. കൂടുതലും RSI 3070 അല്ലെങ്കിൽ ഇവിടെ സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈലിൽ പോയാൽ ഇവിടെ 70-30 എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 80-20 ആക്കാം. അതായത് 20ക്ക് താഴെ പോയാൽ ഓവർ സോൾഡും 80ക്ക് മേലെ പോയാൽ ഓവർ ബോട്ടും എന്നൊരു രീതിയിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും നടത്താം. ഇത് തന്നെ നിങ്ങൾക്ക് വീക്ക്ലി ചാർട്ടിലും മന്ത്ലി ചാർട്ടിലും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. മന്ത്ലി ചാർട്ടിൽ നോർമലി ഓവർ സോൾഡിലേക്ക് വരില്ല. നിങ്ങൾക്ക് കാണാം കോൾ ഇന്ത്യ ആയാലും ബജാജ് ഓട്ടോ ആയാലും വളരെ കുറവാണ് ഓവർ സോൾഡായി 20 ലെവലിലേക്കൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഒന്ന് ഇവിടെ കോൾ ഇന്ത്യ ഒരു റൗണ്ടിങ് ബോട്ടം പാറ്റേൺ ക്രിയേറ്റ് ചെയ്തത് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഗ്രീൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2011-ൽ സെയിം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 2015-ലും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2024-ൽ 2 തവണ അതേ ലെവലിലേക്ക് എത്തിയിട്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് പർപ്പസിനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. 2015-11 ഇതിലില്ല. സോ 15-ൽ നോക്കാം. 74,000 ആയിരുന്നു, സെയിം റേഞ്ച് 400 റേഞ്ചിൽ ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് ഓൾമോസ്റ്റ് 140 crores. ഇതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട്. EPS നോക്കുകയാണെങ്കിലും 22-ൽ നിന്നും 60 അല്ലെങ്കിൽ 58 ലെവലിലേക്ക് എത്തി, ഡബിൾ ആയിട്ടുണ്ട്. സോ ഇതൊരു നല്ലൊരു ബൈയിങ് സോണായിട്ട് കൺസിഡർ ചെയ്യാം. ബേസ്ഡ് ഓൺ ഡെയിലി RSI വെച്ച് നോക്കുമ്പോൾ താഴത്തുനിന്ന് മേലേക്ക് കയറിയതായിട്ട് കാണാം. ഒരു ഓവർ ബോട്ട് വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ്. ബട്ട് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഒരു സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇങ്ങനെ പല സ്റ്റോക്കുകളും നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് ഓവർ സോൾഡിൽ നിന്നും ബൈ ചെയ്ത് ഓവർ ബോട്ടിൽ എത്തുമ്പോൾ സെൽ ചെയ്യാം. മേ ബി ഹോൾഡിംഗ് പീരീഡ് ചിലപ്പം കൂടുതലാവാം. എപ്പോഴും ഈ 37 days അല്ലെങ്കിൽ 2 months ഒന്നും ആവില്ല. ചിലപ്പം അതിലും കൂടുതലാവാം. നല്ല സ്റ്റോക്കുകൾ പ്രിഫറബിളി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലാർജ് ഉള്ളത് 20,000 മേലൊക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺസിനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് സിമ്പിളായിട്ട് ഒരു RSIനെ കുറിച്ചുള്ളൊരു ജസ്റ്റ് ഒരു വീഡിയോ. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യരുത്, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന്. താങ്ക് യു.